Hey guys and welcome back to Best Car Picks. നിങ്ങൾ പുതിയ ടിയാഗോ കണ്ട് ഇംപ്രസ്ഡ് ആയി ഏത് വേരിയൻ്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ പ്യുവർ പ്ലസും പ്യുവർ പ്ലസ് എ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വേരിയൻസ് ആണ്. 5.99 lakhs ആണ് പ്യുവർ പ്ലസിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്, 6.49 lakhs ആണ് പ്യുവർ പ്ലസ് എ എന്ന് പറഞ്ഞ മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അത്യാവശ്യം നല്ല പ്രൈസിംഗ് ആണിത് ആൻഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം വാല്യൂ ഫോണി ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ട് വേരിയൻസ് ആണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുസരിച്ച് സെലക്ട് ചെയ്യാം. സോ നമുക്ക് എന്തായാലും ഇതിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ടിലത്തെ ഒരു ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ടോപ്പ് എൻഡ് കിട്ടുന്ന പോലെ തന്നെ ഡിസൈനാണ്. LED ഹെഡ് ലാംപ്സോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ഫ്രണ്ടിൽ വരുന്നില്ല. അത് വേണം നിങ്ങൾ ഏറ്റവും ടോപ്പ് എൻഡ്, അതായത് ക്രിയേറ്റീവിലേക്ക് പോകണം. ഈവൻ DRLs വേണമെങ്കിലും നിങ്ങൾ ക്രിയേറ്റീവിലേക്ക് തന്നെ പോകണം. നമുക്കത് ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റുകളുണ്ട്. അതിൻ്റെ അകത്ത് വളരെ മിനിമലായിട്ടുള്ള ഈ വയർലെസ് ചാർജർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. 30,000 രൂപ എക്സ്ട്രാ ഉള്ളൂ. സോ ക്രിയേറ്റീവ് പ്ലസ് തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്തായാലും ഈ മോഡൽ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. ഫോഗ് ലാമ്പും ഇല്ല. ഫോഗ് ലാമ്പും ആ ഒരു ടോപ്പ് എൻഡ് ക്രിയേറ്റീവ് പ്ലസ്സിൽ മാത്രം കൊടുക്കുന്ന ഒരു സംഭവമാണ്. ബാക്കി ബമ്പറിൻ്റെ ഡിസൈൻ, ഫ്രണ്ടിലത്തെ കണക്റ്റഡ് ആ ഒരു ചെറിയ ബ്ലാക്ക് എലമെൻറ്റ് സാധനങ്ങളെല്ലാം വരുന്ന ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. നമുക്ക് ടോപ്പ് എൻഡിൽ കിട്ടുന്ന പോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ആകപ്പാടെ ലൈറ്റ്സിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഇതാണ് ഫ്രണ്ട് ഡിസൈൻ. ഇനി സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓവറോൾ സൈഡ് സെലോയിറ്റ് ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൾമോസ്റ്റ് ടോപ്പിന് കിട്ടുന്ന പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ വീൽസിൻ്റെ ഡിസൈൻ ഡെഫിനറ്റ്ലി അതിൽ വ്യത്യാസമുണ്ട്. നമുക്ക് 14 ഇഞ്ച് വീൽസാണ് ഇതിനകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു വീൽ ക്യാപ്പ് ഇട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ പ്യുവർ പ്ലസ് എ എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ ഈ കാണുന്നതായിരിക്കില്ല. അതിന് പകരം ഒരു ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീൽസ് ആയിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ബ്ലാക്ക് സാധനം അതിൻ്റെ അകത്ത് കാണില്ല. അതിന് പകരം ഈ അലോയ്സ് പോലെ ഇരിക്കുന്ന പോലത്തെ 14 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആയിരിക്കും കിട്ടുന്നത്. 15 ഇഞ്ച് അലോയ്സ് വേണമെന്നുണ്ടെങ്കിൽ അഗൈൻ ക്രിയേറ്റീവിലേക്ക് പോകണം. ഇനി മിറേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ബ്ലാക്ക് കളറാണ് മിറേഴ്സ് വരുന്നത്. അത് ഏതായാലും കൊള്ളാം. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സാണ് പ്യുവർ മുതൽ അങ്ങ് കിട്ടുന്നത്. പ്യുവറിലും പ്യുവർ പ്ലസിലും പ്യുവർ പ്ലസ് എയിലും ഒക്കെ ഉണ്ട്. ഓട്ടോ ഫോൾഡ് വേണമെങ്കിൽ അഗൈൻ അതും ക്രിയേറ്റീവ് പ്ലസിലും മാത്രമേ വരുന്നുള്ളൂ. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ടിയാഗോ ലെറ്ററിംഗ് ഉണ്ട്. അതുപോലെ റിയർ ഡീഫോഗർ വരുന്നുണ്ട്. നിങ്ങൾ പ്യുവർ പ്ലസ് എ എടുക്കുകയാണെങ്കിൽ നമുക്ക് റിയർ വൈപ്പർ വാഷർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ഇതിനകത്തും ബാക്കിൽ ക്യാമറ ഉണ്ട് കേട്ടോ. പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് തൊട്ട് തന്നെ നമുക്ക് ബാക്കിൽ ക്യാമറ കിട്ടുന്നുണ്ട്. HD ക്യാമറയാണെന്നാണ് പറയുന്നത്. പിന്നെ ബാക്കിലത്തെ ഒരു കണക്റ്റഡ് ലൈറ്റ് ബാർ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്യുവർ പ്ലസ് എ എടുത്താൽ മതി. പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ആ ബ്ലാക്ക് എലമെൻറ്റ് മാത്രം വരുന്നത്. അതിൽ നല്ലത് റെഡ് എലമെൻറ്റ് വരുന്നതാണ് നമുക്ക് ആ കണക്റ്റഡ് ലൈറ്റ് ബാർ. ഇത് എന്ത് ഡിസൈനാണ് ഇവരെ നടുവിൽ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒരു ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിരുന്നത് ചിലപ്പോൾ കുറച്ചും കൂടി രസമായിരുന്നു. ഇതിപ്പോൾ അവരെന്തൊക്കെയോ പാറ്റേൺ ഡിസൈനൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. എനിവേ ബമ്പറിൻ്റെ ഡിസൈനും ബാക്കി സാധനങ്ങളും ബാക്കിൽ വരുന്ന പാർക്കിംഗ് സെൻസേഴ്സ് അതൊക്കെ നമുക്ക് സെയിം ടോപ്പിന് കിട്ടുന്ന അതുപോലെയൊക്കെ തന്നെയാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ആകപ്പാട് സ്മാർട്ടിലും പ്യുവറിലും മാത്രമാണ് അവർ രണ്ട് കളേഴ്സ് ഒഴിവാക്കിയിരിക്കുന്നത്. ബാക്കി പ്യുവർ പ്ലസ് മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള എല്ലാ വേരിയൻസിലും എല്ലാ കളേഴ്സും കൊടുത്തിട്ടുണ്ട്. സോ അത് വളരെ നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിലോട്ട് കിടക്കാം. അവിടെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ലെതർ റാപ്ഡ് ഒന്നും അല്ല ഡെഫിനറ്റ്ലി. പക്ഷേ അവരുടെ ഈ പുതിയ ഡിസൈനുള്ള അതായത് മറ്റേ ബട്ടൺസിൻ്റെ കൺട്രോളൊക്കെ മാറിയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ക്രൂസ് കൺട്രോൾ നമുക്ക് പ്യുവർ പ്ലസ് മോഡൽ മുതൽ കിട്ടുന്നുണ്ട്. പ്യുവർ പ്ലസ് എയിലും ഡെഫിനറ്റ്ലി ഉണ്ട്. സ്റ്റിയറിംഗ് മോഡിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നിങ്ങൾ പ്യുവർ പ്ലസ് എ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടും കൂടെ എക്സ്ട്രാ ആഡ് ആവുന്നതായിരിക്കും. അതുപോലെ ഡോർ പാഡ്സ് എടുക്കുകയാണെങ്കിൽ ഫാബ്രിക് ഫിനിഷ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓൾ ഫോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് ഓട്ടോ ഡൗൺ അപ്പോൾ ആ സംഭവമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവിലേക്ക് പോകണം. ഇതിനകത്തൊന്നും കിട്ടുന്നില്ല. അഗൈൻ നേരത്തെ പറഞ്ഞാലും മിറേഴ്സ് നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇവിടെ അവർ കൊടുത്തിരിക്കുന്ന ടോപ്പിനുള്ള അതേ യൂണിറ്റ് തന്നെയാണ്. ഇത് തന്നെയാണ് നമുക്ക് ബേസ് മോഡൽ പോലെ വരുന്നത്. ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി സെൻറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 8 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് 10 ഇഞ്ചാണ് കിട്ടുന്നത്. ഇത് പക്ഷേ കുറച്ചുകൊണ്ട് സൈസ് കുറവാണെങ്കിലും UI ഒക്കെ പുതിയതാണ്. അവരുടെ പഴയ 7 ഇഞ്ച് പോലത്തെ സംഭവമല്ല. നമുക്കൊരു ഹെഡ്സപ്പ് രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം ഈ ഒരു സാധനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലത്തെ ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് കാണാൻ പറ്റും. അതാണൊരു സംഭവം. പിന്നെ നിങ്ങളിതിൻ്റെ അഗൈൻ നമ്മുടെ പ്യുവർ പ്ലസ് എ എന്ന് പറയുന്ന വേരിയൻ്റ് 50,000 രൂപ എക്സ്ട്രാ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോ ഹെഡ് ലാംപ്സ് അങ്ങനത്തെ സാധനങ്ങളും കൂടെ എക്സ്ട്രാ ആഡ് ആവുന്നതായിരിക്കും. അതുപോലെ ബാക്കിൽ വൈപ്പർ മോസ്റ്റർ നമുക്ക് പ്യുവർ പ്ലസ് എയിൽ കിട്ടുള്ളൂ. പ്യുവർ പ്ലസ് ആണോ എന്നുണ്ടെങ്കിൽ ഡിഫോർ കിട്ടും. ഇനി താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാനുവൽ AC ആണ് ഇപ്പം നമ്മുടെ പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ പേരിൽ കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പ്യുവർ പ്ലസ് എയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഓട്ടോ AC കിട്ടുന്നുണ്ട്. സോ അതൊക്കെ 50,000 രൂപ എക്സ്ട്രാ കൊടുക്കുമ്പോൾ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ താഴെ ഫോൺ ഹോൾഡേഴ്സൊക്കെ വയർലെസ് ചാർജർ ഒന്നും ഇല്ല. പക്ഷെ എന്നാലും 2 ഫോൺ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വയർലെസ് ചാർജറിൻ്റെ ആവശ്യമില്ല. കാരണം ഒട്ടുമിക്ക വണ്ടികളിലൊന്നും വയർലെസ് ചാർജർ എനിക്ക് വർക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് അതിനുവേണ്ടി എക്സ്ട്രാ കാശ് സ്പെൻഡ് ചെയ്ത് നമ്മൾ ടോപ്പിലേക്ക് കൊണ്ടൊന്നുമില്ല. ഇനി സെൻറ്ററിലേക്ക് വരികയാണെങ്കിൽ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഗിയർ നോബിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. മൊത്തത്തിൽ നമ്മുടെ പുതിയ സിയറിലൊക്കെ വരുന്ന പോലെയാണ്. ഇവിടെ സെൻറ്റർ ആംബ്രസ്റ്റ് പ്യുവർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ഇല്ല. പക്ഷേ പ്യുവർ പ്ലസ് എയിലേക്ക് പോകണമെങ്കിൽ സെൻറ്റർ ആംബ്രസ്റ്റ് ഫ്രണ്ടിൽ കിട്ടും. പക്ഷേ ഏതായാലും നമുക്ക് ഇവിടെ ക്യാബിൻ ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ മാനുവൽ ഡേ-നൈറ്റ് ARVMs വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ കാണാം. അവിടെ അവർ ആ ഒരു ഫാബ്രിക് മെറ്റീരിയൽ അപ്പോൾസ്റ്ററി പിടിച്ചിട്ടുണ്ട്. സോ അഗൈൻ അതൊക്കെ അത്യാവശ്യം നൈസാണ്. പിന്നെ നമുക്ക് ഡോർ പാഡ്സ് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു അവിടെ നമുക്ക് ഒരു അപ്പോൾസ്റ്ററി ഉണ്ട്. സീറ്റ്സും ഈ പറഞ്ഞൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേൻ്റെ കളർ തീമാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ എക്സ്റ്റൻഡ് തൈ സപ്പോർട്ടുള്ള
ഒരു സീറ്റ് ഫാബ്രിക് ഫിനിഷ് എല്ലാം തന്നെ ബേസ് മോഡൽ മുതൽ അവർ കൊടുക്കുന്നതാണ്. സോ അതിന് നമ്മൾ എക്സ്ട്രാ അഗെയിൻ വേരിയൻ്റ് ഒന്നും കൂട്ടി പോകണമെന്നില്ല, ഈ വേരിയൻറ്റിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി റിയർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് റിയർ AC വെൻസ് പ്യുർ പ്ലസ് A വേരിയൻറ്റിൽ കിട്ടും. ഈ പ്യുർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ അതില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ബാക്കിൽ വ്യത്യാസം വരുന്നത്. ബാക്കി സ്പേസിൽ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 6 എയർ ബാഗ്സ് ഒക്കെ ബേസ് മോഡൽ മുതൽ കിട്ടുന്നുണ്ട്. പക്ഷേ ESP കിട്ടണമെങ്കിൽ നിങ്ങൾ മിനിമം പ്യുർ പ്ലസ് എങ്കിലും എടുക്കണം. പ്യുർ പ്ലസ് എയിലും ഉണ്ട്. ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഒക്കെ നമുക്ക് പ്യുർ പ്ലസ് തൊട്ടാണ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് അത് ഇപ്പോൾ മാനുവലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റൻ്റ്, അതായത് ക്ലച്ചിൽ താങ്ങിയെടുക്കാൻ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വേരിയൻ്റ് എടുത്താലും നമുക്ക് ആ ഒരു ഫീച്ചർ ഇതിനകത്ത് കിട്ടുള്ളൂ. അതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി പവർ ടൺ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ആകപ്പാടെ പെട്രോളാണ്, അതായത് 1.2 ലിറ്റർ എണ്ണ പെട്രോൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ CNGയും അതുപോലെ പെട്രോളിൻ്റെ ഓപ്ഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടിലും AMT കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വളരെ നല്ലൊരു പ്ലസ് പോയിന്റ്. ടാറ്റ അതായത് നമുക്ക് പ്യുവർ വേരിയൻ്റ് മുതൽ തന്നെ AMTയുടെ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് അതായത് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് പ്ലസ് വരെ AMT കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ CNG ആണ് എന്നുണ്ടെങ്കിൽ അവർ ടോപ്പ് എൻഡ് കൊടുത്തിട്ടില്ല, അതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻ്റ് വരെ AMT കൊടുത്തിട്ടുള്ളൂ. എനിവേ നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കുന്ന രണ്ട് വേരിയൻസ്, അതിപ്പോൾ പ്യുർ പ്ലസ്സും ആയിക്കോട്ടെ പ്യുർ പ്ലസ് A ആയിക്കോട്ടെ, രണ്ടിലും നമുക്ക് CNG ഉണ്ട്, അതുപോലെ പെട്രോളും ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് AMTയും അവൈലബിൾ ആണ്. നിങ്ങൾ ഇനി CNG എടുത്തിട്ട് മാനുവലായിട്ട് ഗിയർ മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എടുത്ത് ഈസി ആയിട്ട് ആ സംഭവം തീർക്കാവുന്നുള്ളൂ. ടാറ്റ മാത്രമാണ് CNGയിൽ ഇപ്പോഴും AMT പ്രോപ്പറായിട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അത് ബാക്കി ആരും കൊടുക്കാറില്ല. അത് ടാറ്റയുടെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയേണ്ടി വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പവറിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ആണ്. 86 ഹോഴ്സ് പവർ 115 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കാണ് പെട്രോൾ വരുന്നത്. CNG ആണെങ്കിൽ 73 ഹോഴ്സ് പവർ ആണ് വരുന്നത്. ഇനി ഈ വണ്ടി എടുക്കുന്നതിനെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയും. അതായത് ഈ വേരിയൻസ് നിങ്ങൾക്കിപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ പ്രൈസ് പറഞ്ഞായിരുന്നു. പ്യുർ പ്ലസ് 5.99 ലാക്സും പ്യുർ പ്ലസ് 6.49 ലാക്സും. ഇതിൻ്റെ AMT വേരിയൻസിന് പ്രൈസ് ഇതുവരെ വന്നിട്ടില്ല. അത് മിക്കവാറും ഒരു 60-65,000 ഒക്കെ മാക്സിമം എക്സ്ട്രാ വരാനുള്ള സാധ്യത ഉള്ളൂ. അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് എടുക്കാം. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മാർട്ട് എന്ന് പറയുന്ന വേരിയൻറ്റ് വളരെ വാല്യൂഫോണിയാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പക്ഷേ പ്യുവർ എന്ന് പറയുന്ന വേരിയൻറ്റിൽ നമുക്ക് സ്ക്രീനൊന്നും കിട്ടുന്നില്ല, ക്യാമറയില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ 4.69 5.4 എന്ന് പറയുമ്പം 80,000 രൂപ എക്സ്ട്രാ അതിൻ്റെ അകത്തേക്ക് കൊടുത്ത് വരുമ്പോഴേക്കും പ്രത്യേകിച്ചൊന്നും അതിൻ്റെ അകത്ത് എക്സ്ട്രാ കിട്ടുന്നില്ല. പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബേസ് മോഡൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒന്നും ഇല്ലാത്തൊരു വേരിയൻ്റ് ആണ്. പക്ഷേ എന്തായാലും പ്യുർ പ്ലസും വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും പ്യുർ പ്ലസ്സിൽ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതുപോലെ എക്സ്ട്രാ ഒരു 50,000 രൂപയും കൂടി ഇടാനുണ്ട് എന്നുണ്ടെങ്കിൽ പ്യുർ പ്ലസ് A എടുക്കുന്നത് കൊണ്ടും യാതൊരു പ്രശ്നമില്ല. കാരണം 50,000 രൂപ നമ്മൾ എക്സ്ട്രാ ഇടുന്നതിൽ ഞാൻ ഇതിനകത്ത് ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓട്ടോ AC ആയിക്കോട്ടെ, അതുപോലെ ഫ്രണ്ട് ആംറസ്റ്റ്, റിയർ AC വെൻസ്, പിന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഓട്ടോ ഹെഡ് ലാംപ്സ്, റിയർ വൈപ്പർ, അതുപോലെ നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. സോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു മോഡൽ എടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അത് 50,000 രൂപ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പ്യുർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് എനിക്ക് ഈ വണ്ടിയുടെ വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ തോന്നിയ വേരിയൻസ്. നമ്മളിനി ബേസ് മോഡലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വേരിയൻസിൻ്റെ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ആവും. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയെ പറ്റി പറയണമെന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും എക്സറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.